പ്രിയ വിദ്യാർത്ഥികൾ നമസ്കാരം. V4U മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ BA BScയുടെ മലയാളം 2ാം സെമസ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാളിദാസൻ, കാലത്തിൻ്റെയും ദാസൻ എന്ന് പറയുന്ന പാഠത്തിൻ്റെ 3ാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. എഴുത്തുകാരൻ ജോസഫ് മുണ്ടശ്ശേരി. കാളിദാസനും കാലത്തിൻ്റെ ദാസൻ. ഇപ്പോൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ നാട്ടുകാരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമ്പോൾ കാളിദാസൻ്റെ ദുഷ്യന്തൻ തന്നോട് തന്നെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ഒന്ന് വിശദീകരിക്കാമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ നാട്ടുകാരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമ്പോൾ കാളിദാസൻ്റെ ദുഷ്യന്തൻ തന്നോട് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ പാഠത്തിൽ ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഒരു അല്പം വിശദീകരണത്തിലൂടെ പറയുകയാണ്. ഉത്തരം ഇങ്ങനെ: ജോസഫ് മുണ്ടശ്ശേരിയുടെ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന പാഠത്തിലാണ് ഈ വിശദീകരണം. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ ശകുന്തളയെ നിരസിക്കുന്നത് ജനങ്ങളെ പേടിച്ചിട്ടാണ്. ഉത്തരം ശ്രദ്ധിക്കുക. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ ശകുന്തളയെ നിരസിക്കുന്നത് ജനങ്ങളെ പേടിച്ചിട്ടാണ്. ആ വസ്തുത അദ്ദേഹം പിന്നീട് ശകുന്തളയെ സമാധാനിപ്പിക്കുന്നിടത്ത് വെച്ച് പറയുന്നുമുണ്ട്. അശരീരി വാക്കുണ്ടായപ്പോൾ അദ്ദേഹം ആശ്വസിച്ചു. ശകുന്തളയെയും സർവ്വധമനെയും വീണ്ടെടുക്കുന്നതോ മന്ത്രിമാരെയും മറ്റും ബോധ്യപ്പെടുത്തി ജനസമ്മതി നേടിക്കൊണ്ടാണ്. കാളിദാസൻ്റെ ദുഷ്യന്തൻ ശാപകൃതമായ വിസ്മൃതിയാൽ ശകുന്തളയെ ത്യജിക്കുന്നുവെന്ന് ഉള്ളൂ. ജനങ്ങളെ സമ്മതിപ്പിക്കണമല്ലോ എന്നൊരു കാര്യമേ ഇല്ല അദ്ദേഹത്തിന്. സദാം ഹി സന്ദേഹപദേശു വസ്തുഷു പ്രമാണാന്തകരണ പ്രവൃത്തയ എന്നുള്ളൊരൊറ്റ ഉറപ്പിന്മേൽ ഗാന്ധർവത്തിന് ഒരുങ്ങുകയാണ് ചെയ്തത്. എന്ത് കാര്യത്തിലും അദ്ദേഹത്തിന് താനൊഴിച്ച് മറ്റാരുടെയും മുഖം നോക്കുകയോ അഭിപ്രായം നേടുകയോ ചെയ്യേണ്ടതില്ല. ഒടുവിൽ പുനഃസമാഗമം നടക്കുമ്പോഴും ജനപ്രീതിയുടെ പ്രശ്നം ഇവിടെ വരുന്നേയില്ല. അല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹം ഇവിടെ വരുന്നേയില്ല. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ നാട്ടുകാരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമ്പോൾ കാളിദാസൻ്റെ ദുഷ്യന്തൻ തന്നോട് തന്നെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. അടുത്ത ചോദ്യം: അപ്പോഴേ ഗാർഹസ്ഥ്യം സാർത്ഥകമാകൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ ഗാർഹസ്ഥ്യം സാർത്ഥകമാകൂ. എപ്പോൾ? വിരഹത്തിൻ്റെ അഗ്നിപരീക്ഷണം കൊണ്ട് ശകുന്തള ദുഷ്യന്തര രതിക്ക് വിധേയപ്പെടുകയാണ്. കാളിദാസനുൾപ്പെടെ എല്ലാവരും ഈ അവകാശത്തെ ഉന്നയിച്ചിട്ടുള്ളവരാണ്. അതായത് വിരഹത്തിൻ്റെ അഗ്നിപരീക്ഷണം കൊണ്ടാണ് ശകുന്തള ദുഷ്യന്തരതിക്ക് സർവാതിശായിയായ ഒരു സംശുദ്ധി കൈവരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ശുദ്ധികർമ്മം കഴിയാത്ത യാതൊരു ബന്ധവും ഉത്തമ പ്രേമമായി തീരുന്നില്ല എന്ന് അവർക്കൊരു അഭിപ്രായമുണ്ട്. വിരതിക്ക് ശേഷമുള്ള രതിയിൽ ഒട്ടൊക്കെ വിവേകിത കാണുമെന്ന് സമ്മതിക്കാം. എന്നാലും ഗാർഹസ്ഥ്യത്തിലുടനീളം അവിഭേദ്യമായി നിലനിൽക്കാവുന്ന ഒന്നാവുന്നില്ലെങ്കിൽ ആ പ്രേമമാകുന്നില്ല. അതിൻ്റെ വളർച്ചയ്ക്ക് യാതൊരു അർത്ഥവും കിട്ടുന്നില്ല. സംസ്കാരദീപ്തനായ മനുഷ്യൻ സാമൂഹ്യ ജീവിയാകാനുള്ള തിടുക്കത്തിൽ തൻ്റെ ലൈംഗിക ബന്ധത്തിന്മേൽ കൃത്രിമമായി വെച്ച് കെട്ടിയ പലതിൻ്റെയും കൂടെയുള്ള ഒന്നായിട്ടാണ് പ്രേമത്തെ കരുതേണ്ടത്. കൃത്രിമങ്ങളായ താല്പര്യങ്ങൾ മാനവ സംസ്കാരത്തിൻ്റെ നേട്ടങ്ങളായിട്ടാണ് മുണ്ടശ്ശേരി വിലയിരുത്തുന്നത്. അവയുടെ എല്ലാം പേരിൽ ഹൃദയപുരുത്തം ഉണ്ടാകുമ്പോഴേ കാമം പ്രേമമാകുന്നുള്ളൂ എന്നും മുണ്ടശ്ശേരി പറയുന്നു. ആ പ്രേമത്തിൻ്റെ ഉച്ചകോടിയിൽപ്പെട്ട കാമുകൻ കാമുകനെ യഥാക്രമം ദേവീദേവന്മാരായി ആരാധിക്കുമ്പോഴും ഇതിൽ നിന്നും സിദ്ധിക്കുന്നത് കാമുകന്മാരുടെ സംഭാവനകൾ അല്ലെങ്കിൽ സംസ്കാര ഭാവങ്ങളായ എല്ലാ താല്പര്യമൂല്യങ്ങളും ഇരുകൈച്ചാലുകളാൽ യോജിച്ചൊരു നദിയാകുന്നത് പോലെയാണ്. അപ്പോൾ ഗാർഹസ്ഥ്യം സാർത്ഥകമാകും. കാളിദാസ മഹാകവി അത്ര വരെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നാണ് മുണ്ടശ്ശേരി ചോദിക്കുന്നത്. കാശിഭാശ്രമത്തിന് ശേഷം ശകുന്തള ദുഷ്യന്തന്മാരുടെ ബന്ധം അങ്ങനെയൊന്നായി പരിഗണിച്ചിട്ടുണ്ടോ എന്നാവാം, അല്ലെങ്കിൽ പരിഗണിക്കട്ടെ എന്നാവാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. കാരണം കാട്ടിൽ കാര്യം കൊട്ടാരത്തിൽ. ചോദ്യം ശ്രദ്ധിക്കുക. കാരണം കാട്ടിൽ കാര്യം കൊട്ടാരത്തിൽ. മുണ്ടശ്ശേരി ഇവിടെ എന്താണ് ഇങ്ങനെ പരാമർശിക്കുന്നത്? സ്ത്രീലമ്പടനായിരുന്ന ദുഷ്യന്തരാജാവിനെ ദുർവാസാവിന് ശാപം കൊണ്ടുവന്ന് നിരപരാധിയാക്കി
കാളിദാസ ശാകുന്തളത്തിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ച് വിമർശിക്കുകയാണ് മുണ്ടശ്ശേരി. ദുഷ്യന്തനെ രക്ഷിച്ചപ്പോൾ എല്ലാ ദുരന്തങ്ങളും ശിരസിലേറ്റാനും അപമാനിക്കപ്പെടാനും ഇടയായത് ശകുന്തളയ്ക്ക് മാത്രമാണ്. കാളിദാസൻ സമനിലയിൽ നിന്നിരുന്ന സാമൂഹിക ജീവിതത്തിൻ്റെ ത്രാസിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും തട്ടുകൾ മേലും കീഴുമാക്കി മാറ്റുന്നത് കാണാം. പരിഗ്രഹിച്ചവളെ പരിത്യജിക്കുക എന്നതൊരു മഹാപാതകമാണെന്ന് കാളിദാസൻ അറിയാമായിരുന്നു. പക്ഷേ ആ പാതകത്തിന് പുരുഷനെ, പ്രത്യേകിച്ച് നാടുവാഴിത്തമുള്ളൊരു പുരുഷനെ ഉത്തരവാദിത്തപ്പെടുത്താമോ എന്നതായിരുന്നു കാളിദാസനെ അലട്ടിയ ചിന്ത. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമകാലിക നീതിക്ക് ഘടകവിരുദ്ധവുമാണ് എന്ന് കാളിദാസൻ ചിന്തിച്ചു. അപായകരമായൊരു വസ്തുസ്ഥിതി കഥനത്തിൽ നിന്ന് പിന്മാറിയേ പറ്റൂ. കാളിദാസൻ അതിന് പ്രതിവിധി കണ്ടു. മൂക്കത്ത് ശുണ്ടിയുള്ള ദുർവാസാവിനെ അതിനുവേണ്ടി ചമച്ചു. പാവം ശകുന്തള ദുഷ്യന്തനെക്കുറിച്ചും അവൻ തനിക്ക് അനുഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചും ഓർത്തിരിക്കുന്ന സമയത്ത് മുനി കടന്നു വരുന്നു. ആ മുനി അവളെ ശപിക്കുന്നു. അതോടെ ദുഃഖത്തിന് മേൽ ദുഃഖം ആ പാവത്തിന് അനുഭവിക്കേണ്ടി വന്നു. ഗർഭിണിയായ സ്ത്രീക്ക് ഗർഭത്തിന് ഉത്തരവാദിത്വം താനല്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊരു അനുഭവം കൂടി ആയപ്പോൾ ദുഃഖവും അപമാനവും ഒന്നും കാളിദാസൻ കണ്ടില്ലേ എന്നാണ് മുണ്ടശ്ശേരിയുടെ ചോദ്യം. അധികാര പദവിയുള്ള ദുഷ്യന്തനെ രക്ഷിക്കാൻ നിരാലംബയായ സ്ത്രീ ബലി കൊടുക്കപ്പെട്ടു. ഭർത്താവ് നിരസിച്ചപ്പോൾ അതുവരെ ജീവിച്ച കണ്വാശ്രമത്തിലെ അന്തേവാസികളും അവളെ കൈവെടിഞ്ഞതായി കഥയിൽ കാണാം. അമ്മ മേനക എത്തിക്കൊണ്ടുപോയിരുന്നില്ല എങ്കിൽ ശകുന്തളയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നാണ് മുണ്ടശ്ശേരിയുടെ ചോദ്യം. പൂർവ്വകഥകൾ നിശേഷം ശാപഫലമായി വിസ്മരിച്ചു പോകയാൽ ദുഷ്യന്തന് ശകുന്തളയെ അധർമ്മഭീതി നിമിത്തം നിരസിക്കേണ്ടി വന്നായി കാളിദാസൻ സ്ഥാപിക്കുന്നു. നിരസനം ഏറ്റവും ദയനീയമായൊരു ചിന്ത തന്നെയാണ്. പക്ഷേ ദുഷ്യന്തൻ ആ നിരസനത്തിൽ കുറ്റക്കാരനല്ല. ഇതിനൊരൽപ്പം യുക്തി വിരോധമുണ്ടോ എന്ന് മുണ്ടശ്ശേരി ചികഞ്ഞു ചോദിക്കുകയാണ്. കാരണം കാട്ടിൽ കാര്യം കൊട്ടാരത്തിൽ. അതാണ് മുണ്ടശ്ശേരി ഇവിടെ ഇങ്ങനെ ഒരു ചൊല്ല് പോലെ ചേർത്ത് വെച്ചിരിക്കുന്നത്. കാരണം കാട്ടിൽ കാര്യം കൊട്ടാരത്തിൽ. തെറ്റ് ചെയ്ത് ദുഷ്യന്തൻ, അനുഭവിക്കുന്നത് ശകുന്തള. വല്ലാത്തൊരു സൂത്രപ്പണി തന്നെയാണ് എന്ന് മുണ്ടശ്ശേരി ഇവിടെ പറയുകയാണ്. ശുദ്ധമേ താന്തോന്നിയായ ഒരു രാജാവിൻ്റെ കുറ്റങ്ങളെ ഒപ്പിയെടുക്കുക എന്നല്ല, അയാളെ തികച്ചും വെള്ളയടിച്ച് കാണിക്കുക തന്നെ കാളിദാസൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിനുവേണ്ടി കാളിദാസൻ ശ്രമിച്ചു എന്നാണ് മുണ്ടശ്ശേരി പറയുന്നത്. സ്ത്രീപക്ഷത്തിലേക്ക് കടക്കുമ്പോഴാണ് കാളിദാസനെ നിയന്ത്രിച്ച സാമൂഹ്യ ശക്തിയുടെ വിശ്വരൂപം കാണാനാവുക. എവിടെയാണ് ഇത് വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ത്? സ്ത്രീപക്ഷത്തിലേക്ക് കടക്കുമ്പോഴാണ് കാളിദാസനെ നിയന്ത്രിച്ച സാമൂഹ്യ ശക്തിയുടെ വിശ്വരൂപം നമുക്ക് കാണാൻ കഴിയുക. ദുർവാസാവിന് ശാപം തൊട്ട് എല്ലാ കെടുതികളും കവി ശകുന്തളയ്ക്കായി നീക്കിവെച്ചത് നമുക്ക് കാണാൻ പറ്റും. ആശ്രമത്തിൽ വെച്ച് നടന്ന വാഗ്ദാനങ്ങളും മഹർഷി കൽപ്പിതമായ ശാപമോക്ഷവും ശകുന്തളയിൽ നിന്ന് ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവളുടെ നിസ്സഹായത വർദ്ധിച്ചു വന്നു. ഒരഗ്നിപർവ്വതത്തിൻ്റെ മീതെ ഇരുത്തിക്കൊണ്ടാണ് അവളെ കൊട്ടാരത്തിലേക്ക് നയിക്കുന്നത് തന്നെ. അവിടെ വെച്ച് രാജാവിനാൽ മാത്രമല്ല, ഒരുമിച്ച് പോയ സ്വജനങ്ങൾ പോലും അവളെ നിഷ്കരണം ഉപേക്ഷിച്ച് പോരുന്നത് കാണാം. എന്നിട്ട് അവസാനം അവൾ കശ്യപാശ്രമത്തിൽ വെച്ച് ദുഷ്യന്തനെ പ്രാപിക്കുന്നതും അദ്ദേഹം അവളെ സർവാപരാധങ്ങളും ഏറ്റുപറഞ്ഞ് വീണ്ടും കൈക്കൊള്ളുന്നതുമൊക്കെ ജാതകവശാൽ സംഭവിച്ചുവെന്നേ പറയുന്നുള്ളൂ. കഥയിൽ അങ്ങോളം ഇങ്ങോളം ഈ പതനത്തിലേക്ക് എറിയപ്പെട്ടുകൊണ്ട് ശകുന്തള കാളിദാസൻ്റെ കഥാപാത്രങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ സഹാനുഭൂതി അനുഭവിക്കുന്ന, അല്ലെങ്കിൽ സഹാനുഭൂതി അർഹിക്കുന്ന ഒരുവളായി മാറിയിരിക്കുന്നു. എന്നാൽ സ്ത്രീത്വത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമാണോ എന്നാണ് മുണ്ടശ്ശേരി ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാളിദാസൻ കാണിച്ചുവെങ്കിലും മുണ്ടശ്ശേരി ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സ്ത്രീത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടമാണോ എന്ന്. പുരുഷൻ്റെ മുൻപിൽ തലയുയർത്തിപ്പിടിച്ച തുല്യമായ വ്യക്തിത്വം അവകാശപ്പെടാൻ മതിയായ മഹാഭാരതത്തിലെ ശകുന്തള കാളിദാസൻ്റെ കയ്യിൽ കണ്വാശ്രമത്തിലെ മാൻപേടയേക്കാൾ കൂടുതൽ അബലയും ചപലയും നിസ്സഹായിയുമായി മാറിയത് കാണാം. അവൾക്കൊരു വ്യക്തി സ്വാതന്ത്ര്യം അവകാശപ്പെടാൻ അവിടെ ഇല്ല. ഈശ്വരനെ പോലും പുല്ലിംഗത്തിലാക്കിയിട്ടുള്ള പുരുഷനെ കൊണ്ട് സ്ത്രീയെ തൻ്റെ ഉപഭോഗ്യ വിഭവങ്ങളിൽ വെട്ടിക്കുറച്ച ആ സാമൂഹ്യനീതിയുടെ സൃഷ്ടിയാണ് കാളിദാസൻ്റെ ശകുന്തള എന്നാണ് മുണ്ടശ്ശേരി പറഞ്ഞ് വയ്ക്കുന്നത്. അടുത്ത ചോദ്യം: ശകുന്തളോപാഖ്യാനത്തിൽ വ്യാസൻ ശകുന്തളയെ എങ്ങനെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാഭാരത കഥയിലെ ശകുന്തള ഒന്നാന്തരം തൻ്റെ ഇടക്കാരിയാണ്, നമ്മൾ കണ്ടതാണ്. ദുഷ്യന്തനോട് നേരെ നിന്ന് കാര്യങ്ങൾ പറയാൻ ശകുന്തള മടി കാണിക്കുന്നില്ല. മഹാഭാരത
കഥയിൽ ശകുന്തള തൻ്റെ ഇടക്കാരിയാണ്. അവൾ ദുഷ്യന്തനോട് നേരെ നിന്ന് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാം. തൻ്റെ ഭാവിയെക്കുറിച്ചും ചില വാഗ്ദാനങ്ങൾ വാങ്ങിയിട്ട് അവൾ ഗാന്ധർവത്തിന് സമ്മതിക്കുന്നുള്ളൂ. ഗാന്ധർവം എന്ന് പറഞ്ഞാൽ വിവാഹമാണേ. യൗവ രാജ്യാർഹനായ മകനെയും കൊണ്ട് രാജസമക്ഷത്തിലെത്തി അല്ലെങ്കിൽ രാജാവിൻ്റെ മുൻപിലെത്തി കാര്യങ്ങൾ പറയുന്നിടത്ത് അവൾ തൻ്റെ ഇടം കാണിക്കുന്നത് നമുക്ക് കാണാം. ഒരു കാമിനിയുടെ പ്രേമമോ അതിൻ്റെ കാളൊക്കെ ഉപരിയായി ഒരമ്മയുടെ ധർമ്മരോക്ഷവും ഒക്കെ നമുക്ക് ആ ഇരുത്തത്തോടു കൂടി മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ ദുഷ്യന്തൻ്റെ മുഖത്ത് നോക്കി പറയുന്ന സംസാരിക്കാൻ കാണിക്കുന്ന ആ പക്വതയെ നോക്കി നമുക്ക് മനസ്സിലാക്കാം. റൊമാൻറ്റിക് ലവിൻ്റെ പതനത്തിലേക്ക് വീഴുമ്പോൾ സ്വയം അബലയായി തീർന്ന ഒരുവളല്ല മഹാഭാരത കർത്താവിൻ്റെ ശകുന്തള എന്നാണ് ഇവിടെ ഊന്നിപ്പറയുന്നത്. പുരുഷൻ്റെ സ്വേച്ഛാചാരിത്വവും അതിനായകത്വ കാംക്ഷയും സാധൂകരിക്കാനേ സ്ത്രീയുടെ സ്വതസിദ്ധമായ തൻ്റെ ഇടവും അവകാശബോധവും അസാധുവാക്കിയവരെ വെറും ഒരു കാഴ്ചപ്പണ്ടമാക്കുവാനോ വ്യാസൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. സത്യമര്യാദകൾക്കായി ദുഷ്യന്തൻ കള്ളം പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിച്ചിട്ടാണ്. അപ്പോഴേക്കും അശരീര വാക്ക് ഇടപെട്ട് ദുഷ്യന്തനെ രക്ഷിക്കുന്നു. അതിലൂടെ ജനസമ്മതി നേടിയെടുത്ത ദുഷ്യന്തൻ ശകുന്തളയോട് സ്വകാര്യമായി കുറ്റം സംബന്ധിച്ച് അവളെയും മകനെയും സ്വീകരിക്കുന്ന നമ്മൾക്ക് കാവ്യത്തിലും അല്ലെങ്കിൽ പാഠഭാഗത്ത് കാണാം. പുരുഷൻ്റെ മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് തുല്യമായ വ്യക്തിത്വം അവകാശപ്പെടാൻ മതിയായ മഹാഭാരതത്തിലെ ശകുന്തളയെ കാളിദാസൻ കണ്വാശ്രമത്തിലെ മാൻപേടയേക്കാൾ കൂടുതൽ അബലയും ചബലയും നിസ്സഹായിയുമായി മാറ്റിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. മഹാഭാരതത്തിൽ ഇപ്പോൾ പറഞ്ഞു വെച്ച ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ്. മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തിൻ്റെ ആദർശത്തെ മുണ്ടശ്ശേരി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അപ്പം മുണ്ടശ്ശേരി ശകുന്തളോപാഖ്യാനത്തിൽ വലിയ ആദർശമൊന്നും കാണുന്നില്ല. അദ്ദേഹം കാണുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പണ്ടത്തെ പല രാജാക്കന്മാരും ചെയ്യാറുണ്ടായിരുന്നത് പോലെ ദുഷ്യന്തനും നായാട്ടിന് പോയി ആ കൂട്ടത്തിൽ കണ്ടെത്തിയ ഒരു കന്യകയെ യഥായോഗ്യം അനുനയനം ചെയ്യിപ്പിച്ച് ഗാന്ധർവ മര്യാദയിൽ പരിഗ്രഹിക്കുന്നു. കുറേ നാൾ ഒന്നിച്ച് താമസിച്ച് മടങ്ങിപ്പോകുന്നു. പെറ്റു വളർത്തിയ കുട്ടി ദുഷ്യന്തൻ്റെ വാഗ്ദാനമനുസരിച്ച് യുവരാജ പദവിക്ക് അർഹനായി കഴിഞ്ഞു എന്ന് തോന്നുകയാൽ ശകുന്തള കണ്ണുമഹർഷിയുടെ ആജ്ഞയനുസരിച്ച് മകനും ഒന്നിച്ച് കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും അവരുള്ള ആരെന്ന് മനസ്സിലാക്കിയിട്ടും ദുഷ്യന്തൻ ബഹുകന്യാലോലരായ തമ്പുരാക്കന്മാർ സ്വാഭാവികമായും ചെയ്യാറുള്ള മട്ടിൽ അവളെ മാത്രമല്ല ആ കുട്ടിയെപ്പോലും നിർദ്ദയം നിരസിക്കുന്നത് നമുക്ക് കാണാം. പെട്ടെന്ന് വാസ്തുസ്ഥിതി വെളിപ്പെടുത്തിയ ഒരു അശരീരി ഉണ്ടാകുന്നു. അതോടുകൂടി രണ്ടുപേരെയും ഒരു ക്ഷമാപണത്തോടുകൂടി കൈക്കൊള്ളുകയും ഈ രീതിയിലാണ് മഹാഭാരതത്തിലെ കഥയുടെ പോക്ക്. അതിൽ പ്രണയത്തിൻ്റെ വിശ്വാതിശയമോ മാതൃകയോ ഒന്നും കാണാൻ പറ്റില്ല. ടാഗോർ പറയുന്ന പോലെ പ്രണയം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കും കടന്നുല്ലസിക്കുന്നതായിട്ടൊന്നും മഹാഭാരത കർത്താവ് പറയുന്നില്ല എന്ന് വ്യക്തമാക്കാൻ മുണ്ടശ്ശേരി ഈ സമയം ഉപയോഗിക്കുകയാണ്. പിന്നെ എന്തായിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് മുണ്ടശ്ശേരി പറഞ്ഞു വയ്ക്കുന്നു. അന്യരാജ്യങ്ങളിൽ എന്ന പോലെ ഭാരതത്തിലും അന്തസ്സുള്ള നാടുവാഴി പ്രഭുക്കന്മാർ നായാട്ടിനും മറ്റും പോകുമ്പോൾ ഇതുപോലെ കണ്ടെത്തുന്ന കന്യാജനങ്ങളെ കാമപൂർത്തിക്ക് വേണ്ടി യഥേഷ്ടം ഉപയോഗപ്പെടുത്തിയിരുന്നെന്നും കാര്യം കഴിഞ്ഞ് ഒടുവിൽ പാർപ്പിക്കപ്പെടേണ്ടി വരുന്ന കന്യാജനങ്ങൾ വാഗ്ദാനങ്ങൾ പാലിച്ചു കിട്ടാനും അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനുമായി കയറി ചെല്ലുമ്പോൾ ആ ബഹുമാന്യ കാമുകന്മാർ നിസ്സങ്കോചം കൈമലർത്താറുണ്ട് എന്നും ഈ വസ്തുത മഹാഭാരതത്തിൽ വ്യാസൻ ഒട്ടും മറച്ചു വയ്ക്കാതെ പറയാൻ ശ്രമിച്ചിരിക്കുന്നുവെന്നാണ് മുണ്ടശ്ശേരിയുടെ വിലയേറിയ അഭിപ്രായം. അതാണ് നമ്മൾ ഈ പാഠത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, നേരെ മറിച്ച് ഇമാതിരിക്കാരെ തൊലി പൊളിച്ച് കാട്ടി നാണം കെടുത്തി എന്ന് വരെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ലേ എന്ന് വേണം കരുതാൻ. പാഠത്തിലെ വരിയാണ്. നേരെ മറിച്ച് ഇമാതിരിക്കാരെ തൊലി പൊളിച്ച് കാട്ടി നാണം കെടുത്തി നന്നാക്കണമെന്ന് വരെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഇവിടുത്തെ വിശദീകരണം അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. മുണ്ടശ്ശേരി മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന പാഠമാണ് കാളിദാസനും കാലത്തിൻ്റെ ദാസനും എന്ന് പറയുന്ന പാഠം. ശ്രദ്ധിക്കുക, ഈ പാഠത്തിൽ എന്താണ് വിലയിരുത്തുന്നത് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തിലൂടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുകയാണ്. ദുഷ്യന്തൻ നിശങ്കം കള്ളം പറഞ്ഞ് മനുഷ്യരെ പേടിച്ചിട്ടാണ് അങ്ങനെ ശ്രമിക്കുന്നതെന്ന് വ്യാസൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴേക്കും അശരീരി ഇടപെടുന്നു. അങ്ങനെ അദ്ദേഹം ആ അശരീരിയാൽ രക്ഷപ്പെടുകയാണ്.
അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ജനസമ്മതി നേടിക്കൊടുക്കുകയാണ് കവി ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്തത്. ഉടനെ ദുഷ്യന്തന് ശകുന്തളയുടെ കുറ്റം സംബന്ധിച്ച് അവളെയും സർവ്വദമനെയും സഹർഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. ഇത്തരം സംഭവഗതിയിൽ യാതൊരു അഭാഗവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു ഉദ്ദേശവും മഹാഭാരത കഥയുടെ വക്താവിനില്ലെന്ന് വേണം കരുതാനെന്നാണ് മുണ്ടശ്ശേരിയുടെ അഭിപ്രായം. സ്വേച്ഛാധിപതികളായ പ്രഭുക്കന്മാരുടെ കടിഞ്ഞാണില്ലാത്ത താന്തോന്നിത്തരത്തെയും സത്യധർമാദികൾക്കെതിരായിട്ടുള്ള അവരുടെ പെരുമാറ്റത്തെയും മനഃപൂർവ്വം വെള്ളയടിച്ച് കാട്ടാൻ തന്നെ ഇതൊരു പ്രേരണയെ ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് നേരെ മറിച്ച് തോന്നിയത് ഇത്തരക്കാരെ തൊലി പൊളിച്ച് നാണം കെടുത്തി നന്നാക്കണമെന്ന് വരെ ഉദ്ദേശിച്ചിരുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. പുകമൂടിയ കാൽപ്പനിക ലോകത്തിലെ അമാനുഷ്യങ്ങളായ ജീവിതമൂല്യങ്ങളെക്കാളധികം നല്ല വെളിച്ചത്തിൽ പരമാർത്ഥിക ലോകത്തിലെ മാനുഷ്യങ്ങളായ ജീവിതമൂല്യങ്ങളെ ചിത്രപ്പെടുത്തുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നതായിരുന്നു ശകുന്തളോപാഖ്യാന കർത്താവിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് മുണ്ടശ്ശേരി ഈ പാഠത്തിലൂടെ തുറന്നു കാണിക്കുകയാണ്. പുരുഷൻ്റെ സ്വേച്ഛാധിപത്യവും അതിനായകത്വവും ഒക്കെ ഒന്ന് സ്വാധീകരിക്കാനോ അല്ലെങ്കിൽ സ്ത്രീയുടെ സ്വതസിദ്ധമായ തൻ്റെടവും അവകാശബോധവും അസാധുവാക്കി അവൾ വെറുമൊരു കാഴ്ചപ്പണ്ടമാക്കാനോ കവി കൂട്ടാക്കിയിട്ടില്ല എന്നാണ് ഈ ശകുന്തളോപാഖ്യാനത്തിലൂടെ മുണ്ടശ്ശേരി ഈ പാഠത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന പാഠം ഈ ഭാഗത്തിലൂടെ ഈ പാർട്ടിലൂടെ ഇവിടെ തീരുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ക്ലാസ് താല്പര്യമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.